ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. നമ്മൾ പൊതുവെ പൊടികളെല്ലാം പാക്കിൽ വാങ്ങാറല്ലേ പതിവ്. മഞ്ഞളും മുളകും മല്ലിയും ഒക്കെ. മുളകും മല്ലിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്. പക്ഷേ മഞ്ഞൾപ്പൊടിയോ? മഞ്ഞൾ തൊടിയിൽ നിന്ന് പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി അതൊന്ന് പൊടിച്ച് നോക്കിയിട്ടുണ്ടോ? മായമില്ലാത്ത പൊടി നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇതുവരെ കാണാത്ത കൂട്ടുകാർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. കെമിക്കൽസ് ഒന്നും ചേർക്കാതെ മഞ്ഞൾപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് തൊടിയിൽ നിന്ന് പറിച്ചു കൊടുക്കുന്ന മുഴുവൻ മഞ്ഞളുമുണ്ട്. ഇതിൽ നിന്ന് നടാൻ ആവശ്യമായത് നമുക്ക് ആദ്യം മാറ്റി വെക്കാം. ഇനി വേണ്ടത് ചെറുതും വലുതും നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം. വലുതെന്ന് ഉദ്ദേശിച്ചത് മൂത്തത് മാറ്റിവെക്കാം. മൂത്തത് വേറെയും ചെറിയത് വേറെയുമായിട്ട് നമുക്കൊന്ന് വേർതിരിച്ച് വെക്കണം. അതിനുശേഷം ഇതിൻ്റെ ഈ കമ്പുകളൊക്കെ നമുക്ക് ഒരു ദിവസം മുഴുവൻ ഞാനിത് നന്നായി കത്തിച്ചു കൊടുത്തു. മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ നമുക്ക് വിറകടുപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്ക് നന്നായി തീ കത്തിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ദിവസം നന്നായി കത്തിച്ചു. ഇനി ഇത് പിറ്റേ ദിവസം എടുത്ത ഇതാണ്. നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ വെള്ളമൊന്നും മുകളിൽ കാണാനില്ല. വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെടുത്ത് നോക്കുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ പ്രസ്സായി പോകണം. അതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ മഞ്ഞൾ എടുക്കുമ്പോൾ തന്നെ നന്നായി പ്രസ്സായി പോകുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം.
അപ്പോൾ നമ്മൾ മഞ്ഞളെല്ലാം നന്നായി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണക്കേണ്ടത് എന്നൊന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യമായിട്ട് എല്ലാം ഒന്ന് വെയിലത്ത് വെക്കാം. ഇതാദ്യത്തെ ദിവസമാണ്. ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മൂത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ആദ്യത്തെ ദിവസം തന്നെ അതിൻ്റെ ആവശ്യമില്ല. ചെറുത് പിന്നെ മുറിക്കേണ്ട ആവശ്യമില്ല. വെയിൽ തട്ടി ഉണങ്ങുമ്പോൾ തന്നെ നല്ലോണം ചുങ്ങും. ഇപ്പോൾ കണ്ടില്ലേ, 3ാമത്തെ ദിവസം ആയപ്പോഴേക്കും നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഇതൊരു അടുത്ത ദിവസം തന്നെ നന്നായി ഒന്ന് മുറിച്ച് കൊടുക്കുമ്പോൾ നല്ല വെയിൽ തട്ടി ഉണങ്ങും. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്ന് പറഞ്ഞാൽ, ഇതെടുത്ത് നമ്മൾ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് പൊട്ടിക്കാൻ കഴിയരുത്. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല ശക്തമായ വെയിൽ കിട്ടിയാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ല കുറവാണ് എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ദിവസം നമ്മൾ വെയിലത്തിട്ട് ഉണക്കേണ്ടി വരും. നന്നായി വെയിൽ കിട്ടണം. വെയിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണക്കാൻ നിൽക്കണ്ട, അത് കേടന്ന് പോവും. കണ്ടില്ലേ, ഇത് ഒരുപാട് ദിവസം എടുത്തിട്ടാണ് ഇങ്ങനെ ഉണങ്ങിയത് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് സ്റ്റേജ് വരുന്നുണ്ട്. ഡേ 1 ആണെങ്കിലും 2 ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയി ഇത് കാണിക്കുന്നത്. കണ്ടില്ലേ, 8ാമത്തെ ദിവസമായപ്പോഴേക്കും ഇങ്ങനെ ആയിട്ടുള്ളൂ. ഇതും പോരാ, നന്നായി ഉണങ്ങണം. ഇപ്പോൾ ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ അത് പൊട്ടിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ പൊടിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇതിൻ്റെ തൊലി ഒന്ന് നമുക്ക് കളഞ്ഞു കൊടുക്കാം. അതെല്ലാം കൂടെ ചാക്കിലിട്ടിട്ടോ അല്ലെങ്കിൽ മുറത്തിലിട്ടിട്ടോ ഒന്ന് നന്നായി തിരുമ്മി കൊടുക്കാം. ആ തൊലി എന്തിനാണ് കളയുന്നത് എന്ന് പറഞ്ഞാൽ, തൊലിയോട് കൂടെയാണ് നമ്മൾ പൊടിക്കാൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പൊടിയുടെ കളറ് കുറയും. അതുപോലെ തന്നെ നാര് പോലെയൊക്കെ ഉണ്ടാവും. അതിലും നല്ലത് അതിൻ്റെ തൊലി ഒന്ന് നന്നായി ഒന്ന് ഉരച്ച് കൊടുത്താൽ നല്ല കളറും ഉണ്ടാവും. ഒരല്പം മഞ്ഞൾപ്പൊടി കറിയിൽ ചേർത്താൽ തന്നെ നല്ല കളറുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം തൊലി ഒന്ന് ഉരച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.